ന്യൂസിന്റെ ന്യൂസ് at 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. ദേശീയപാത കരിങ്കല്ലത്താണി തൊടുകാപ്പിൽ വൻ പാതാള കുഴികൾ, അപകടങ്ങൾ പെരുകുന്നു. പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണി തൊടുകാപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ടാറിൻ തകർന്നു പോയതിനെ തുടർന്ന് അപകട കുഴികൾ രൂപപ്പെട്ടു. ചെറുതും വലുതുമായ അപകടങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്ന സാഹചര്യത്തിൽ നിയോജകമണ്ഡലം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ റോഡ് ഉപരോധം നടത്തി. ഇവിടെ ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങളും പതിവായിട്ടുണ്ട്. കരിങ്കല്ലത്താണി തൊടുകാപ്പ് 53 മൈൽ മണലമ്പുറം ഭാഗങ്ങളിലാണ് ടാറിൻ കടന്നുള്ള കുഴികൾ സംജാതമായിട്ടുള്ളത്. വലിയ ആഴത്തിലുള്ള വട്ടക്കുഴികളാണ് ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ പോകുമ്പോൾ കുഴിയിൽ പെടുന്നതും പതിവായി. അധികാരികളെ കള്ളന്മാരെ, അധികാരികളെ കള്ളന്മാരെ, അധികാരികളെ കള്ളന്മാരെ, അധികാരികളെ കള്ളന്മാരെ, കണ്ണു തുറക്കൂ കള്ളന്മാരെ, കണ്ണു തുറക്കൂ കള്ളന്മാരെ, കണ്ണു തുറക്കൂ കള്ളന്മാരെ, കണ്ണു തുറക്കൂ കള്ളന്മാരെ. ഇന്നലെ ഇവിടെ ഒരു മനുഷ്യജീവൻ, ഇന്നലെ ഇവിടെ ഒരു മനുഷ്യജീവൻ, ഇന്നലെ ഇവിടെ ഒരു മനുഷ്യജീവൻ, ഇന്നലെ ഇവിടെ ഒരു മനുഷ്യജീവൻ അപകടത്തിൽ പെട്ടില്ലേ, അപകടത്തിൽ പെട്ടില്ലേ. കണ്ണു തുറക്കൂ. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ പുതിയ യാത്രക്കാർക്ക് കുഴിയുടെ ആഴമറിയാതെ അപകടം സ്ഥിരമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിലൂടെ സഞ്ചരിച്ച ബൈക്ക് യാത്രക്കാരൻ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണ്. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് റോഡ് ഉപരോധിച്ചത്. തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടപ്പോൾ നാട്ടുകൾ പോലീസ് സ്ഥലത്തെത്തി ഉപരോധക്കാരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ EK മൊയ്തു ഹാജി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് CP സുബൈർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി അനസ് പമ്പ്ര സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹംസ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. KP കുഞ്ഞു മുഹമ്മദ്, PT സയ്യിദ് മുഹമ്മദ്, ഇല്യാസ് കുന്നുംപുറം, ഉമ്മർ ചോലശ്ശേരി, EK അസ്കർ, ഷമീർ, ഷാഫി, റാഫി, സലാം ചത്തലൂർ, അലി ചന്നാറയിൽ, മൻസൂർ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. പച്ചനാട്ടുകര പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാര്യാലയം ഇന്ന് രാവിലെ ഉപരോധിച്ചിരുന്നു. പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഹംസ മാസ്റ്റർ ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാരെ, ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് യൂത്ത് ലീഗ് ഇന്നൊരു സമര രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ വളരെ ഗർത്തങ്ങൾ, അപകടം ഒരുപാട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി ഓരോ അപകടങ്ങളും, ബൈക്ക് യാത്രക്കാരായിക്കോട്ടെ, കാർ യാത്രക്കാർ, വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെട്ട് പല ആളുകളും ഹോസ്പിറ്റലിലും അത്യാസന്ന നിലയിലൊക്കെ ആയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അധികാരിയുടെ മുമ്പിൽ, PWD വിഭാഗത്തിന് മുമ്പിൽ, റോഡ് മെയിൻ്റനൻസ് വിഭാഗത്തിനൊക്കെ ബന്ധപ്പെട്ട യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ, ബന്ധപ്പെട്ട സംഘടനകളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പരാതിയൊക്കെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞുകൊണ്ടാണ് അധികാരികൾ ഇത് കാണാത്ത രൂപത്തിലേക്ക്, ഇത്തരം വലിയ ഗർത്തങ്ങൾ ഉണ്ടാവുന്നതും അപകടങ്ങൾ ഉണ്ടാവുന്നതൊന്നും കാണാത്ത രൂപത്തിലേക്കാണ് അധികാരികളുടെ ഒരു ഹുങ്കുകൊണ്ട് ഇന്നലെ അടക്കം ഇത്രയും വലിയൊരു അപകടം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ളത്. ഞങ്ങളൊക്കെ നിയമത്തിൽ വളരെ സൗമ്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് തന്നെ അധികാരികളുടെ മുന്നിൽ ഈ വിഷയം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു സൂചന എന്നുള്ള നിലയ്ക്ക് കുറച്ച് സമയം മറ്റുള്ള യാത്രക്കാർക്കോ അനുബന്ധമായിട്ട് പോകുന്നവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവാത്ത രൂപത്തിൽ അധികാരികൾക്ക് ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് സമയം
നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് പ്രയാസങ്ങളൊന്നും പോലീസ് അധികാരികൾക്കോ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാർക്കൊന്നും തടസ്സങ്ങൾ ഉണ്ടാക്കാത്ത രൂപത്തിലെങ്കിൽ ഈ പ്രശ്നത്തിന് വലിയ സമര പരിപാടിയുമായി കൂടുതൽ വാർത്തകൾക്കായി നാട്ടുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.